ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. കാരണം എനിക്കിതിട്ട് ഇത്തിരി നല്ല തലവേദന, ഇത്തിരി ബാമൊക്കെ തേച്ചിട്ടിരിക്കും. എന്തോന്ന് വെച്ചാൽ ഭയങ്കര തലവേദന. അതിൻ്റെ കൂടെ കണ്ണ് കടിച്ച് ഇവിടെ എല്ലാം കണ്ടോ. കണ്ണ് കടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അഖിൽ പറയും, എൻ്റെ ചേച്ചി എന്തിനാ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കണ്ണ് കടിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒത്തിരി പേർക്ക് ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനും പേടിച്ച സത്യം പറഞ്ഞ വീഡിയോ ഇട്ടെ. ഇനി ആരൊക്കെ നെഗറ്റീവ് പറയുന്നതെന്ന് അറിയത്തുള്ള മനുഷ്യർക്ക്, നാട്ടുകാരെ പേടിക്കണ്ടേ. ഈ നെഗറ്റീവ് വരുമ്പോൾ നമുക്കങ്ങ് ആകെ ഒരു ഇതായിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്, ഞാനും കൊച്ചുങ്ങളും പ്രതീക്ഷിച്ചിരുന്നേ, റീച്ചൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന് റീച്ചൻ എയർപോർട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അതൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. പക്ഷെ കൊതിച്ചിരുന്നിട്ട് എനിക്ക് പൊറോട്ടയൊന്നും കഴിക്കാനേ പറ്റിയില്ല. എന്തോ കൊണ്ട് മനസ്സ് തോന്നിയില്ല. ഒരു കോൾഡ്, ഇന്ന് മൊത്തം ഇങ്ങനെ മഴയായിരുന്നു. ഓക്കെ, അപ്പം വീണ്ടും നിങ്ങളുടെ ഈ സഹകരണമൊക്കെ ഇത്തിരി ആവശ്യമാണ്, സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തുവാ കൊണ്ടുവന്നതൊക്കെ നമുക്ക് അറിയണ്ടേ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, പ്രൈസമോൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. അവനെ മോണിറ്റർ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറയുകയും ചെയ്തു, മമ്മി എല്ലാവരും മോണിറ്റർ തന്നെ ആക്കത്തില്ലായിരിക്കും. എന്ന് വെച്ചാൽ അതെന്താ, എങ്ങനെയുള്ളവരെ ടീച്ചർ പെട്ടെന്ന് ഹോംവർക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെയുള്ളവരൊക്കെ ആയിരിക്കും എടുക്കുന്നില്ലേ. അപ്പോൾ ഇന്ന് എന്തോന്നിനും എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ നിന്നെ കൺട്രോൾ ചെയ്യാൻ വരില്ല കേട്ടോ. കാരണം ഇവരൊന്നും അങ്ങനെയൊന്നും ആരോടും പറയത്തില്ലല്ലേ. ഞാൻ പറയും, പിള്ളേർ വാക്കുവാണെങ്കിൽ പറയണം, അടങ്ങിയിരുന്ന് പുസ്തകം അങ്ങനെ റീഡ് ചെയ്യാൻ പറയണം. മമ്മി, അത് മമ്മിയുടെ കാലത്തൊക്കെ അങ്ങനെ, ഇപ്പോഴൊന്നും അങ്ങനെ ആരും പറയത്തില്ല ഇരുന്ന് ബുക്ക് റീഡ് ചെയ്യുന്നെന്ന്. അവരെന്നെ ഇങ്ങോട്ട് കുടിക്കും. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ റേച്ചാൻ ഇന്നലത്തെ വീഡിയോ ആയത്. അപ്പം പ്രൈസമോൻ ഇന്നലെ അവധിയായിരുന്നല്ലോ മുഹറത്തിൻ്റെ. അപ്പോൾ പോൾ ഇന്നൊരു 7 മണിയാകുമ്പം ട്യൂഷൻ ഉള്ളത്, ക്ലാസ്സിന് പോകേണ്ടിയിട്ട് അവൻ രാവിലെ ഇന്ന് എണീറ്റ്. അപ്പോൾ റീച്ചാൻ വന്നപ്പോഴത്തേന് അവൻ പെട്ടി തുറക്കുക എന്തൊക്കെയുണ്ടെന്നറിയാനായിട്ട്. അപ്പോൾ ഡാഡി എണീറ്റ് അവിടെ ഇരിപ്പുണ്ട്. പ്രൈസമോൻ മാത്രം അറിഞ്ഞില്ല പപ്പ വന്നത്. അപ്പോൾ റീച്ചാൻ പപ്സ് കൊണ്ടുവന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പപ്സ് ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും റീച്ചാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി നല്ലതാണെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഈ പിള്ളേരുടെ ഈ കൊതി കാരണം 5 എണ്ണം കൊണ്ടുവന്നു. അപ്പോൾ ഒരെണ്ണം ആരംഭത്തിലെ ഓവനിൽ വെച്ച് നോക്കിയുണ്ടേ നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ചൂടാക്കി അവരെല്ലാം കഴിച്ചപ്പോൾ ഇനി എൻ്റെയും പ്രൈസൻ്റെയുമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇഡലിക്ക് മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇഡലി ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ചിന്തിച്ചു, ഞാൻ വെച്ചാൽ ഗുണ്ടും പറഞ്ഞായിരുന്നു, ഗുണ്ട് കിട്ടിയില്ല. ഈ കൊണ്ടുവരുന്ന പപ്സും ഇതൊക്കെ കഴിക്കുമ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചാൽ എന്നാൽ അങ്ങ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ഒരു ട്രിപ്പ് ഇഡലിയും സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ ഇഡലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പപ്സ് അവരെല്ലാം കഴിച്ച്. പക്ഷേ പപ്സ് നല്ലതായിരുന്നു. പിള്ളേർ പറയുമായിരുന്നു, പപ്പ എന്താ ഇനിയും കൊണ്ടുവരാഞ്ഞത്, നല്ലതായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് റൈച്ചാനെ കടക്കാരനോട് ചോദ്യയിൽ എപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതനുസരിച്ചൊക്കെയാണ് കൊണ്ടുവന്നത്. ഇപ്പം പിന്നെ മഴയുടെയൊക്കെ ഇതായതുകൊണ്ട് ക്ലൈമറ്റും അത്ര വലിയ ചൂടില്ലല്ലേ, അല്ലെങ്കിൽ പലതായേനെയായിരുന്നു. ചായ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നപ്പോഴത്തേക്കിന് ചായ മൊത്തത്തിൽ താണ്ട തൂവി ഡബിൾ ജോലി തന്നിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒഴുകി അങ്ങ് താഴെക്കൂടെ പോയി. അപ്പോൾ ഇഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡലിയായിരുന്നു. അപ്പോൾ അവന് കഴിക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ 3 എണ്ണം മതിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൻ കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സിന് പോയി. നെയ്യപ്പം റീച്ചാൻ ഞാൻ പറഞ്ഞ അളവരെ കൊണ്ടുവരുത്തണം. ആദ്യം ഒരിടത്തുനിന്ന് വാങ്ങിച്ചത് 4 എണ്ണം ഉണ്ടായിരുന്നു. അത് ഇച്ചിരി തൊട്ടപ്പം നല്ല കട്ടി പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് ഓവനിൽ വെച്ചോണ്ട് അതങ്ങ് സോഫ്റ്റായി. പക്ഷേ ടേസ്റ്റ് അത്ര ഇല്ലായിരുന്നു. കടിച്ചു കഴിഞ്ഞിട്ട് ഓർത്തൊന്ന് വീഡിയോ എടുക്കാമെന്ന്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിന്, പക്ഷേ ടേസ്റ്റ് അങ്ങോട്ടില്ലായിരുന്നു. അപ്പം പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഇന്ന് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചിക്കൻ ഇന്നലെ ഓർഡർ ചെയ്ത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് അത് രാവിലെ ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടിട്ട്
ഇപ്പം ഞാനതൊന്ന് ബോൺലെസ്സും 1/2 കിലോ ഉണ്ട്, അല്ലാതെ ഈ മൊത്തത്തിലുള്ള കോഴിയല്ല വാങ്ങിക്കുന്നത്, അല്ലാതെ ഈ കഴുത്തും ഈ അങ്ങനെയുള്ള ഭാഗമൊന്നും ഇല്ലാതെ ഇത്തിരി അധികം എല്ലുണ്ട് എന്നാലും പീസായിട്ടുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് കഴുകി അതൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. 7-8 സവാള, 2 കുടം വെളുത്തുള്ളി, നല്ല കുത്തി നിറച്ച് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ്. പപ്സും നെയ്യപ്പവും തിന്ന് ചായയും കുടിച്ച് പിന്നെ ഞാൻ ഇഡലിയൊന്നും കഴിക്കാൻ പോയില്ല. ഉടനെ ഇതങ്ങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നലെ രാത്രിയിലെ വാങ്ങിച്ചു വെക്കാൻ കാര്യം ഇതാ, രാവിലെ അങ്ങ് ഉണ്ടാക്കിയാൽ ഉച്ചയാകുമ്പോഴത്തേക്കിന് അവർക്ക് റെഡി ആവുമല്ലോ. അപ്പം ഞാനിന്ന് ഇന്നാളെ ഞാനൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയില്ല, ഞാൻ പറഞ്ഞു ഇതിൻ്റെ കൂടെ ഒരു പൊറോട്ട കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. അതേ രീതി ചെയ്യാനെടുത്തതാണ്, പക്ഷേ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതൽ. ഞാൻ വേറൊരു പ്രതീക്ഷയിലൂടെ ഇത്രയും ചിക്കൻ വാങ്ങിച്ച് കറി വയ്ക്കാൻ കാര്യം. കാരണം കപ്പ കൊണ്ടുവരുവാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കറി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കപ്പയ്ക്കൂടെ എടുക്കാമെന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട കൊണ്ടുവന്നിട്ട് എനിക്ക് പൊറോട്ടയും കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് അല്ലേലും ഇപ്പം ചിക്കൻ ഒട്ടും ഇഷ്ടമല്ല. അന്നത്തെ ദിവസം പൊറോട്ടയുടെ കൂടെ പോലും എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നിയില്ല. ഇതെല്ലാം ഇങ്ങനെ ഇനി ഉണ്ടാക്കിയിട്ടൊക്കെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബീഫായിരുന്നെങ്കിൽ പിന്നെ എനിക്കൊരിത്തിരി ഇതായേനെ. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ പിച്ചി 2 തിന്ന് അതേ ഉള്ളൂ. പിറ്റേ ദിവസവും ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ പറയുകയും ചെയ്തു, വീട്ടിൽ അമ്മ വിളിച്ചോണ്ടേ, അമ്മയെ വലിയ കൊതിയിൽ ഞാൻ പൊറോട്ട നോക്കി ഇരുന്നേ, പക്ഷേ കൊതിച്ച് എൻ്റെ തന്നെ കൊതിയായിരിക്കും, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ പറയുകയും ചെയ്ത് 2 എന്നാൽ നീ എടുത്തങ്ങ് വെച്ചേക്കാൻ, എന്താ നിങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കറണ്ടൊന്നും പോകത്തില്ല, കുഴപ്പം വരത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊതി വരും നമുക്ക്. പിന്നെ രാവിലെയും പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കി ഇതുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്ത്. അപ്പോൾ ഇവിടെ ഞാൻ പക്ഷെ അങ്ങനെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനേക്കായി സവാളയൊക്കെ വേണമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലാം ഉള്ളി വഴറ്റിയത്, പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് വഴന്ന് കിട്ടും. അതുകൊണ്ട് അല്ലെങ്കിൽ ഉരുളിക്കകത്ത് ചെയ്താൽ മതിയായിരുന്നു. ഉരുളിക്കകത്താകുമ്പം കുറച്ചുകൂടെ ചിക്കൻ ഇട്ടിട്ട് ഉരുളിക്കകത്ത് വേവിക്കുക. ഇതിൻ്റെ അകത്ത് ഞാൻ ഉള്ളി അങ്ങ് വഴറ്റിയെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉള്ളി എല്ലാം വഴന്നു വന്നാൽ അതിലേക്ക് 2 ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴറ്റി, പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എല്ലാം എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഒരു 1 കിലോയോളം ആയിരുന്നെന്ന് തോന്നുന്നു ആ ചിക്കൻ. അതിന് ഞാനൊരു 4-5 സവാള എടുത്ത്. അപ്പോൾ ഇതിന് നല്ല സവാളയൊക്കെ കുറേയും കൂടി ഇട്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇത് പോയില്ല ബുദ്ധി അന്നേരം. ചില സമയത്ത് ഞാൻ ബ്ലാങ്കായിട്ട് നിൽക്കും. അല്ലായിരുന്നെങ്കിൽ അതുപോലെ എന്നാൽ പോള് പറയുകയും ചെയ്തു, മമ്മി പൊറോട്ടയ്ക്ക് ആ കറിയായിരുന്നു അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം എന്തോ അതിൽ ഇന്ന് പക്ഷേ ഇച്ചിരി കറി പോലെ ആയത്. ഇവന്മാർക്കല്ലേലും പൊറോട്ടയ്ക്ക് ചാറ് വേണം. ഞാൻ തന്നെ പറയും, ഞാൻ പിന്നെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എടാ നിനക്ക് ഇച്ചിരി ചാറ് വേണ്ടേ, അതുകൊണ്ട് ഇന്ന് ചാറാക്കി എടുത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് കുറച്ച് നേരം ചെറിയ തീരങ്ങനെ ഇടും. നന്നായി അപ്പോഴത്തേക്കിനും ഒന്ന് മൂത്ത് ശരിയായിട്ട് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ ഞാൻ അങ്ങനെ മസാല അങ്ങനെ ഇട്ട് നന്നായി മസാലയൊക്കെ മൂത്ത് വന്ന് പിന്നെ ഞാൻ ഉരുളിക്കകത്തോട്ടാക്കിയ മസാലകളെല്ലാം, എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇച്ചിരി ഒന്ന് ചെറുതായിട്ടൊന്ന് മൊത്തത്തിലങ്ങ് മസാലയെല്ലാം ഇട്ടങ്ങ് ഇളക്കി ഇതിൽ പുരട്ടിയില്ല, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടിവശം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം കൂടെ മണ്ടേ ഒഴിച്ചിട്ട് അതവിടെ അടച്ചിട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് അവിടെ കിടക്കട്ടെ. ഫ്രിഡ്ജും കൊണ്ടുപോയ പെട്ടിയും ബാഗുമൊക്കെ ഞാനിങ്ങനെ കവർ ഇട്ടിട്ട് മുകളിലെടുത്താണ് വെക്കുന്നത്. അല്ലെങ്കിൽ പെട്ടി മൊത്തം പൊടിയാവും. അല്ലെങ്കിൽ തന്നെ ഈ അടച്ചിട്ടേക്കുന്ന കബോർഡ് തന്നെ ചിലപ്പോൾ നമ്മൾ തുറക്കുന്ന ഉടനെ അത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന എൻ്റെ ബാഗുകളും എല്ലാം തുടച്ചെടുക്കണം. നമ്മളങ്ങനെ വെച്ചേക്കുന്നത് കബോർഡിൻ്റെ അകത്ത് വരെ ഇങ്ങനെ ഈ മാറാല പോലുള്ള ചെന്തിവല എന്തോ ഒരു പറയാൻ, നമ്മുടെ ഈ ഫാനിൻ്റെ അകത്തൊക്കെ ഒരു സൈസ് പൊടി പോലുണ്ട്, അതുപോലുള്ള പൊടിയായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ കവറിട്ട് എല്ലാ പെട്ടികളും ഇങ്ങനെ കവറിട്ട് കെട്ടി വെച്ചിട്ട് മുകളിൽ കയറ്റി വെക്കും. പിന്നെ പോൾമോനെ വിളിച്ച് അതിൻ്റെ മണ്ടയിലെല്ലാം എടുത്ത് വെപ്പിച്ച്, അതല്ലെങ്കിൽ അവിടെ കിടന്ന് എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ട് മേളിൽ വെക്കുന്നിടം വരെ എനിക്ക് സമാധാനം കാണത്തില്ല. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ഇപ്പം നന്നായി വെള്ളമൊക്കെ ഇറങ്ങി, അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ അവിടെ അടച്ചിട്ട് കൊടുക്കാം. വെന്തിട്ടൊന്നുമില്ല. ഇതൊരു സാധനം ഞാൻ കാണിക്കട്ടെ. ഞാനിപ്പം ആവി കയറ്റാൻ പോവാം.
ഞാൻ കാണിക്കാം. പൊറോട്ട അത് ഞാനിപ്പം ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും പൊറോട്ടയുമാണ്. അതുകൂടെ കൊണ്ടുവന്നേ, പൊക്കി വെച്ചേ. ഞാൻ രാവിലെ ഇഡലി എടുത്തു കഴിഞ്ഞ് കഴുകി വെച്ചേ. ഇപ്പം അതൊന്ന് സ്റ്റീം കയറ്റാൻ എടുത്തയാ. നീ എന്താ മോന്ത ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ? എന്തോ പറ്റി? എന്തോ പറ്റി? എനിക്കറിയത്തില്ല. എന്തോ പറ്റി? ഇത്രയും റീച്ചാനും രാത്രി കൊടുക്കാം. ഞാൻ അടുത്ത ഉടനെ അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ഇത്രയും എടുത്ത് ഇതിൻ്റെ അടിയിൽ തട്ട് വെച്ചോട്ടെ ഇങ്ങനെ പൊങ്ങിയിരിക്കണേ. എല്ലാവർക്കും 3 വെച്ച് എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അവിടെ ഇരിക്കട്ടെ. തട്ട് ഇട്ടാൽ പറ്റുമോ? അടപ്പ് ഇന്നലെ ഇത് തറയെ വീണായിരുന്നു. ഇതിൻ്റെ അകത്തൊരിത് ഞാനിപ്പോൾ അതൊന്ന് വായിച്ചതാണ്. ഐ ആം നോട്ട് എ പ്ലാസ്റ്റിക് ബാഗ്. ഞാൻ പ്ലാസ്റ്റിക് ബാഗല്ല, ഞാൻ പ്ലാസ്റ്റിക് അല്ല, 100% കമ്പോസ്റ്റബിൾ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് റേച്ചാൻ നാട്ടിൽ നിന്ന് വന്നപ്പം ഹലുവ എങ്ങാണ്ട് ഇട്ടുകൊണ്ട് വന്നതാണ്. അപ്പം ഞാനതൊന്ന് ഇങ്ങനെ എഴുതിയേക്കുന്നത് കണ്ടോണ്ടേ നോക്കിയത്. ആ കവറ് സാധാ കവറ് പോലെയല്ല. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കാണിക്കാം. എല്ലാം ഇങ്ങനെ ബേക്കറി ഐറ്റംസിനുള്ള പിള്ളേർക്ക് വേണ്ടി. അപ്പോൾ റേച്ചാൻ ഞാൻ പറഞ്ഞില്ലേ ആദ്യം കോട്ടയത്തോട്ടാണ് പോയത്. ഞാൻ ഈ പറയുന്നത് എന്തോന്നു, എനിക്ക് ടെൻഷൻ തോന്നിട്ട് റേച്ചാൻ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരാളല്ല. പക്ഷെ മലയാളം വണ്ടിയുടെ ഒന്നും വായിക്കാൻ അറിയത്തില്ല. പക്ഷെ എങ്ങനെയാണേലും ആള് എവിടെ ഒരു അഡ്രസ്സ് കൊടുത്താലും തപ്പി പിടിച്ച് പോകും. ആദ്യം കോട്ടയത്തോട്ടാണ് പോയത്. കോട്ടയത്ത് ശനിയാഴ്ച രാവിലെ ചെന്നു. എന്നിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അത് സൺഡേ ആയതുകൊണ്ട് കടകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് കട വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെതായ കടയില്ലായിരുന്നു. പിന്നെ മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. അടൂരായിരുന്നു കല്യാണത്തിന്. അന്നേരവും ബേക്കറി ഒന്നും വാങ്ങിച്ചത്. ഈ പിള്ളേർ അലുവയുടെ ഒന്നും പറഞ്ഞിരിക്കും അലുവ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം അടൂര് ആ കല്യാണത്തിൻ്റെ അവിടെ തന്നെ എവിടുന്നേലും അലുവ വാങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ അറിയാവുന്ന ഒരു ബേക്കറി ചെന്നുണ്ടേ. അവിടെ ഈ അലുവ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ നമ്മൾ കിലോ കണക്കല്ല, ഇങ്ങനെ പീസാക്കി ഇങ്ങനെ കമ്പനി ഐറ്റംസ്. ഇത് പക്ഷേ വില കൂടുതലുമാണ്. അങ്ങനെ ഒരു എത്ര 3 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. ഒരെണ്ണം രാവിലെ ഇപ്പം മരത്തിരിച്ച് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് എറണാകുളത്ത് വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് പോയത്. ഒരു ഫാനൊന്ന് കുറച്ച് പ്രൈസ് ഭയങ്കര സൗണ്ട്. അപ്പം എറണാകുളത്തും നിർത്തണ്ട, കുറച്ചാൽ മതി. എറണാകുളത്തും ഭയങ്കര മഴയായിരുന്നു. അപ്പം എന്ത് വന്നേലും ആൾ പോയി അവിടുന്ന് ഇവിടുന്നും ഒക്കെ സാധനങ്ങൾ ഒപ്പിച്ച്. അപ്പം റേച്ചൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഞാനിപ്പം പറഞ്ഞ റേച്ച നെയ്യപ്പം കിട്ടുന്നത് നെയ്യപ്പം കൊണ്ടുവരണേ ഒരു 5 നെയ്യപ്പം. റേച്ച അത് പറയുന്നത് പോലെ ഇപ്പം നമ്മൾ 50 എണ്ണം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആൾ 50 എണ്ണം കൊണ്ടുവരും. പക്ഷേ പറയുന്നതേ കൊണ്ടുവരത്തുള്ളൂ എന്നൊക്കെ വരാം. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു 5 എന്ന് പറഞ്ഞാൽ 10 എണ്ണം വാങ്ങിയിട്ട് അങ്ങനെ നെയ്യപ്പം കൊണ്ടുവന്ന് സോഫ്റ്റ് നെയ്യപ്പം. എനിക്ക് ബോണ്ട വേണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ബോണ്ട ഒരിടത്തുണ്ടായിരുന്നു, അത് രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് പപ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയും പപ്സ് കൊണ്ടുവരണ്ട, പപ്സ് ഇവിടൊക്കെ ഇവിടെ വന്നാൽ ഫില്ലിങ് പന്നലാവുമായിരിക്കും. അപ്പോൾ റേച്ചമ്മ എന്തു വന്നേലും നമ്മളല്ലെങ്കിൽ അവരോട് ചോദ്യം എപ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ റേച്ച പറയാൻ എന്തു വന്നാലും അവന്മാർക്ക് കൊതിയല്ലേ, അതുകൊണ്ട് അവർക്ക് വേണ്ടി 2 എണ്ണം കൊണ്ടുപോകാനില്ല, അല്ലെങ്കിൽ 5 എണ്ണം ഞാനും കൊണ്ടുവരിക. അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഒരു 4 മണിയായ ഫില്ലിങ് തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞു. അത് കൊണ്ടുവന്നു. പക്ഷേ ഒരു കേട്, റേച്ചൻ 6:30 ഇവിടെ എത്തിയായിരുന്നു. ഒരു കേടും ഇല്ലായിരുന്നു. ഓവനിൽ വെച്ച് ചൂടാക്കണ്ടേ. ഓൺലൈൻ പ്രൈസിനും അവർക്ക് പണ്ടേ ഇഷ്ടമാണ്. കാരണം ബെൻസി ഇവിടെ താമസിച്ച സമയത്ത് അവിടെ ഒരു ബേക്കറിയിൽ ചിലപ്പോൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു. എന്നാലും നമ്മുടെ നാട്ടിലത്തെ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല.
പിന്നെ അലുവ അവിടെ നിന്ന് തന്നെ വേറെയും അലുവ വാങ്ങിച്ചു. പിന്നെ സ്പോഞ്ച് കേക്ക്, അതെന്തുവാ സ്പോഞ്ച്, മിൽക്ക് സ്പോഞ്ച് എന്നുള്ള അത് ഇച്ചിരി ഒന്ന് ഇവിടെ ചളങ്ങി ഇച്ചിരി ഒന്ന് ഞണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ള ഫേമസ് അലുവായ മിൽക്ക് അലുവ അതിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. 1 കിലോ 400 രൂപ. 1 കിലോ ഉണ്ട്, അല്ലെങ്കിൽ 1/2 കിലോ ഉണ്ടാകും. ഇതിനെത്ര 450 ഗ്രാമിന് ഒരു ഞാൻ വില കാണുന്നില്ല, 145. ഇത് പിന്നെ എനിക്കിഷ്ടം പ്ലം കേക്കാണ്, അത് കൊണ്ടുവന്ന് അതിനി അങ്ങനെ അതുപോലെ അങ്ങ് എല്ലാം കൂടെ എടുത്ത് പൊട്ടിക്കാതെ ഇതങ്ങ് അതുപോലെ ഫ്രിഡ്ജ് വയ്ക്കാം. പിന്നെ വീണ്ടും ഒരു സൈസ് കേക്കാണ്. ഇതും കേക്കാം. ഇത് 200 ഗ്രാം 130 രൂപ. പിന്നെ അലുവയുടെ ഒന്നും വിലയില്ലെന്ന് തോന്നുന്നു. പിന്നെ റേച്ചാൻ ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഥയുണ്ട്, ഞാൻ നിങ്ങളോട് പറയാമേ. പിന്നെ ഈ വെട്ട് കേക്ക് ഇതെത്രയുള്ളൂ, ഒരു 9 എണ്ണം 50 രൂപ. പിന്നെ മിക്സർ, പിന്നെ കാച്ചിപ്സ്, ഇതെത്ര ഗ്രാമാണ് എഴുതിയേക്കുന്നത്? ഇവിടെ 1/4 കിലോ 100 രൂപ. അത് ഒരു 3-4 അത് കഴിച്ചാൽ ഇടയ്ക്കിറങ്ങി കൊടുക്കും. ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ ബോറടിക്കുമ്പോൾ എന്തോ ഇങ്ങനെ കൊടുക്കാനുള്ളത്. ഇവിടുന്ന് സ്ഥിരം ഇവിടുത്തെ ഒന്നും ഇങ്ങനെയുള്ള കൊള്ളത്തില്ലല്ലോ, അത് വാങ്ങിച്ചു. പിന്നെ കപ്പ എന്ന് പറയുന്നത് ആ കിച്ചണിൽ ഇരിക്കുന്ന കപ്പ ഇരിക്കുന്നുണ്ടാകുമ്പോൾ അറിയാമോ, അവിടെ താഴെ ഇരിക്കുന്നത്. കപ്പയൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. അപ്പം വീട്ടിൽ വിളിച്ചുകൊണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഇത് വണ്ടി പിടിച്ചാലേ പോയെ. അപ്പോൾ ഈ റോഡ് സൈഡിൽ റോഡിലൊക്കെ വിൽക്കാൻ ആൾക്കാർ ഇരിക്കുമല്ലേ, ഈ വൈലിയിലൊക്കെ ഉള്ള കപ്പ. അപ്പം മഴയായതുകൊണ്ട് ഇപ്പോൾ കപ്പയുടെയൊക്കെ സീസൺ കുറഞ്ഞെന്നും പറഞ്ഞായിരുന്നു. അപ്പം വഴിയിൽ കിട്ടി. അപ്പം നല്ല മണ്ണോട് കൂടിയ കപ്പ. അപ്പം കഴിച്ചാലത്ത് ഞാൻ ചോദിച്ച് അവിടെ തന്നെ വെച്ചത് ഞാൻ ചോദിച്ച് കപ്പ വാങ്ങിച്ചായിരുന്നു കഴിച്ചാൽ. ഞാൻ പറഞ്ഞു പിന്നെ അവരൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അവിടെ റോഡിൽ ഇങ്ങനെ ചെടിയിൽ പറിച്ച ഫ്രഷ് കിട്ടിയെന്ന്. ഞാൻ ശരി, ഞാൻ ചോദിച്ചു കപ്പയുടെ കാര്യം എനിക്ക് ഈ പറയുന്നേ. അവൻ പറഞ്ഞ അത് ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു എന്നോട് പറഞ്ഞായിരുന്നല്ലോ മരത്തിൽ നിന്നോ ചെടിയിൽ നിന്നോ എങ്ങാണ്ട് പറഞ്ഞു. അത് എന്തുമായിരുന്നു? അത് എന്നോട് പറഞ്ഞു എനിക്കറിയാം എങ്ങനെയാണ് അത് വിൽക്കുന്നതെന്ന്. പിന്നെ അങ്ങനെ വായി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എയർപോർട്ടിൽ വന്നെ 15 കിലോയും ലഗേജ് 15ഉം കയ്യിൽ നമുക്ക് 7 കിലോ കൊണ്ടുവരായിരുന്നു. ഈ കച്ചറ പിച്ചറകളെല്ലാം കൂടെ ആയി. ഞാൻ ഇത്രയും അലുവയെന്ന് പറഞ്ഞാൽ ഓരോ കിലോയുടെ കാര്യം ഞാൻ പറഞ്ഞോളൂ, കാരണം വെയിറ്റ് അത്ര ഒക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. 7 കിലോ കൂടുതലായിരുന്നു. അപ്പം അവർ 3000 രൂപ ഫൈൻ അടിക്കണം പറഞ്ഞു. അപ്പോൾ റീച്ചാനെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, എൻ്റെ വൈഫിൻ്റെ പ്രിയപ്പെട്ടതായി കപ്പ ഒഴിച്ചിട്ട് ബാക്കി നിങ്ങൾ മാറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പറഞ്ഞ് കഴിക്കുന്ന ആഹാരം കഴിക്കുന്നതല്ലേ സാരമില്ല കൊണ്ടുവയ്ക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് തൊട്ട് നമ്മൾ ഈ യാത്രയെ പറ്റി എല്ലാം ഇത് പ്രാർത്ഥിക്കുക ദൈവസഹായം. അപ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് അവർക്കത് മാറ്റിയിട്ട് വേണേ ഒന്നീ അവർക്കിരുന്ന് കഴിക്കാമായിരുന്നു, കാരണം നല്ല സാധനങ്ങളല്ലേ അവർക്ക് കഴിക്കുക. പിന്നെ അവരുടെ മനസാക്ഷി ഓർത്തിട്ട് അവർ പറഞ്ഞാൽ കൊണ്ടുപോയിക്കോ 3000 രൂപ വെട്ടി അടിച്ചിട്ട് കൊണ്ടുപോയി കപ്പ അവിടെ വെച്ചാൽ അതെൻ്റെ വൈഫിന് വേണ്ടിയാണ്. അവർ ഇരിച്ചാണ് അവരെങ്ങാനും ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന വൈഫ് ഓരോ കൊതിക്കാരി, അതുകൊണ്ട് ഞാനൊരു സാധനം കൊടുത്ത് പെട്ടാന്ന് ചിന്തിച്ചാണ് എന്ത് പറഞ്ഞത് എല്ലാം ഇവിടെ എത്തി.
യുവമാർക്ക് ഈ കേക്കൊന്നും മേടിച്ചിട്ട് ബാക്കിയെടുത്ത് ഡബ്ബയെ പിടിച്ച് വെക്കാം. അതങ്ങ് ഇത്രയും എന്നാലും ലഗേജൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഇത്രയും ചണങ്ങിയുണ്ട്, കുഴപ്പമില്ല. ഉച്ചക്കിനി പൊറോട്ടയും ചിക്കൻ കറി. ഇതൊക്കെയാ കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ ഹാപ്പിയാണോ? ഞങ്ങൾ വേർത്ത് ഹാപ്പി, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആ പറഞ്ഞ സമയത്ത് അവിടെ എന്തുവന്നോ ആ സൗണ്ട് കേട്ടെ, പ്രൈസമ്മോൻ കാർട്ടൂൺ കാണുമായിരുന്നു, അതായിരുന്നു സൗണ്ട് കേട്ടത് മൊബൈലിൽ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഒരു ഇച്ചിരി കടുക് വറക്കുന്നുണ്ടേ. ഞാൻ ഒരു 1-2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട്, തേങ്ങാക്കൊത്ത് ഇന്നിട്ടില്ല, ധൃതിയുടെ ഇതിൽ തേങ്ങാക്കൊത്ത് മറന്നുപോയി. അപ്പോൾ അതുകൂടി ഇട്ടൊന്ന് വറുത്തെടുക്കട്ടെ, എന്നിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിള്ളേർ നല്ല ഹാപ്പിയായിട്ട് കഴിച്ചു, ഡാഡിക്കും കഴിച്ചു. ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വലിയ കഴിച്ചാൻ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു പൊറോട്ട തിന്നാൻ. അതെന്തോ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതിന് കുറേ കഴിഞ്ഞിട്ട് എന്നാൽ കഴിക്കുമ്പോൾ ഇതൊക്കെ വെച്ച് വന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 എടുത്തിട്ട് എനിക്ക് കഴിക്കാൻ വയ്യായിരുന്നു, പിന്നെ ബാക്കിയുണ്ട്. ആ 2 എടുത്തിട്ട് അതിൽ നിന്നും പകുതി കൊണ്ട് ഞാൻ അവിടെ വെച്ചിരുന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.